ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അലീന ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വരും കേട്ടോ. മുത്തശ്ശി മുത്തശ്ശി വീട്ടിലുണ്ടൊരു മുത്തശ്ശി, പാട്ട് പാടും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കഥ പറയും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ ഡോറ് തുറന്ന് വരുന്ന സമയത്ത് പെട്ടെന്നായിട്ട് സ്റ്റക്കായി പോകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മനു അലീനയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ അലീന ആകെ അതിശയിച്ചു പോവാണ്. ആ പാട്ടൊക്കെ അവിടെ സ്റ്റോപ്പായി പോവുക കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ അലീനയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ നിർത്തിയത്, നല്ല പാട്ടായിരുന്നല്ലോ, ഒന്നുകൂടി പാടിയാൽ കേൾക്കട്ടെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ആകെ നാണം വരികയാണേ. മനു അത് കേട്ടല്ലോ എന്നൊക്കെ ഉള്ളതിൽ. മുത്തശ്ശിയാണെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല, മുത്തശ്ശി എന്ത് കേട്ടാലും കുഴപ്പമില്ല. പക്ഷേ മനു കേട്ടത് അവൾക്ക് ഭയങ്കര നാണക്കേട് തോന്നി കേട്ടോ. ഞാനൊന്നും പാടിയില്ല, ഞാൻ കേട്ടല്ലോ പാട്ടൊക്കെ പാടിയത്, എന്താ മുത്തശ്ശി മുത്തശ്ശി എന്തോ ഒരു പാട്ടൊക്കെ പാടിയല്ലോ, ഒന്നുകൂടി പാടിയാൽ കേൾക്കട്ടെ. ഇപ്പം നിങ്ങൾ മുത്തശ്ശിയും കൊച്ചുമോളും ഒക്കെ ആയല്ലേ എന്നൊക്കെ പറഞ്ഞ് മനു കളിയാക്കാം കേട്ടോ. പാട്ടൊക്കെ പാടാൻ മാത്രമല്ല ബന്ധമൊക്കെ ആയല്ലേ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. എടാ നീ അവളെ കളിയാക്കൊന്നും വേണ്ട, അവൾ എൻ്റെ കൊച്ചുമോള് തന്നെയാന്ന് പറയാട്ടോ മുത്തശ്ശി. എന്തായാലും നടക്കട്ടെ. അപ്പോൾ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണേ. ഞാൻ കുറേ നേരമായി വന്നിട്ട്, അലീന എവിടെ പോയി കിടക്കുമായിരുന്നു, എത്ര നേരമായി ഞാനിവിടെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു, മുത്തശ്ശിയെ നോക്കാനല്ലേ അലീനയെ എവിടെ ഏൽപ്പിച്ചത്, എന്നിട്ട് മുത്തശ്ശിയെ നോക്കാതെ പാട്ടും പാടി ചുറ്റിക്കറങ്ങി നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അലീന ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നത് പോലെ കാണിക്കട്ടോ. അങ്ങനെയല്ല, എനിക്ക് അപ്പുറത്തെ ജോലി ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ. മുത്തശ്ശിയെ നോക്കാനുള്ള ഹോം നേഴ്സിൻ്റെ ജോലിയായിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്, പിന്നെ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മാഡം പറഞ്ഞു. മാഡമോ, അതാരാ? ഇവിടുത്തെ ആൻറ്റി, നിങ്ങളുടെ മനുസാറിൻ്റെ വൈജി ആൻറ്റി എന്ന് പറയട്ടോ. മാഡം എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കൊച്ചമ്മ എന്ന് വിളിച്ചപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു, മാഡം എന്ന് വിളിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മനു മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ വന്നിട്ട് കുറേ നേരമായി മോൾ, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല എന്ന് പറയട്ടോ. ഞാനും ഓർത്തില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ മുത്തശ്ശി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാം. കുടിക്കാനല്ല, കഴിക്കാനായിട്ടാണ് വന്നത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, നല്ല വിശപ്പുണ്ടെന്ന് പറയട്ടോ. എങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അലീനക്ക് ഭയങ്കര നാണാണ്. മുത്തശ്ശി അവളുടെ നാണം കണ്ടോയെന്ന് പറഞ്ഞ് മനു കളിയാക്കുന്നുണ്ട് കേട്ടോ. നീ ആ കൊച്ചിനെ വല്ലാണ്ട് കളിയാക്കണ്ടടാ, എനിക്കറിയാം നിൻ്റെ ഉള്ളിലിരിപ്പ്, നീ ഒരു കള്ള കൃഷ്ണനാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മനുവിനെ കളിയാക്കാണ്. അങ്ങനെ അലീന പെട്ടെന്ന് കിച്ചണിലേക്ക് പോവാണ്. അപ്പോഴേക്ക് വൈജയന്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി വരിക കേട്ടോ. മക്കളെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും മക്കൾ വരുന്നില്ല കേട്ടോ. വൈജയന്തി മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മനു നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണെ. കുറച്ച് ഗൗരവത്തിലാണ്. ഹരിയുടെ അടുത്ത് കാണിക്കുന്ന ഒരു കൊഞ്ചലൊന്നും മനുവിൻ്റെ അടുത്ത് വല്ലാണ്ട് കാണിക്കില്ല. കാരണം മനു ആണല്ലോ പോയിട്ട് അലീനയെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നെ മനു എന്തിനും ഏതിനും തർക്കുത്തരം പറയുന്ന ഒരു ടൈപ്പ് എന്നുള്ള രീതിയിൽ, അതായത് വൈജയന്തിയുടെയും കമലയുടെയും ഒന്നും അവരുടെ പൊങ്ങച്ചത്തിനും പരിഹാസത്തിനും ഒന്നും നിന്ന് കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നൊരു ടൈപ്പല്ലല്ലോ. ഒരു നേരെ പോന്നുള്ളൊരു ടൈപ്പാണ് മനു. അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ മനുവിൻ്റെ അടുത്ത് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ സംസാരിച്ച് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാൻ വായിച്ചാൽ, ഇല്ല ഞാൻ കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ ആരാ ആൻറ്റി ഉണ്ടാക്കിയത്, അവളാണോ എന്ന് ചോദിക്കണം. അതെ അവളാണ് ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ വൈജയന്തി. എങ്ങനെയുണ്ട് ആൻറ്റി ആള്, അത്ര പോരാ അല്ലേ എന്ന് ചോദിക്കുകയാണ് മനു. ആര് പറഞ്ഞു അങ്ങനെ? മുത്തശ്ശി പറഞ്ഞു അത്ര പോരാന്ന്. അങ്ങനെയൊന്നുമില്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നീയും മുത്തശ്ശിനും കൂടി കൂട്ടിക്കൊണ്ടു വന്നതല്ലേ. പിന്നെ ഇത്രയും ചെറിയ പെൺപിള്ളേരൊന്നും ആരും വീട്ടിൽ ജോലിക്ക് നിർത്തത്തൊന്നുമില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ ഇവിടെ വീട്ടിലും ആണുങ്ങളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായില്ല. നീയും മുത്തശ്ശിനും പോയതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല നീയും ബാലനെയും കൂട്ടിയിട്ട് പോയില്ലേ, ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് പോയില്ലേ നീ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയട്ടോ. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ തൊലി വെളുത്ത പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരും, ബാക്കി വരുന്നതൊക്കെ ബാക്കിയുള്ളവർ അനുഭവിക്കണം എന്നൊക്കെ പറയണം. അത്രയും കുഴപ്പക്കാരിയാണോ അവളെന്ന് ചോദിക്കുകയാണ്. അവൾ കുഴപ്പക്കാരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ ആർക്കറിയാം, എങ്ങനെ അറിയാം എന്നൊക്കെ പറയട്ടോ. കണ്ടാൽ തന്നെ ഒരു ചെറിയ പെൺകുട്ടി, ഇപ്പോൾ ബബിതേനേക്കാളും 1-2 വയസ്സിന് മൂപ്പല്ലേ അവൾക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നാൾ തന്നെ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അത് മോളാണോ എന്ന്, വൈജയന്തിയുടെ മോളാണോ എന്ന്, എൻ്റെ മോളാണോ എന്ന് ചോദിച്ചു എന്ന് പറയട്ടോ. കിച്ചണിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്ന അലീന ഇത് കേൾക്കട്ടോ. അലീനയ്ക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ വായിൽ നിന്ന് അമ്മയോട് ആരോ ചോദിച്ചു, നിൻ്റെ മോളാണോ എന്ന് ചോദിച്ചു എന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരിക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് പറയണം, അമ്മയുടെ മോളാണ് ഞാൻ, ആ ആൾ ചോദിച്ചത് വെറുതെ അല്ല, ഒരിക്കലും വെറുതെ ആവില്ല, അമ്മയുടെ മോള് തന്നെയാണ് ഞാൻ എന്ന് പറയട്ടോ.
അത് അമ്മയ്ക്ക് മാത്രം അറിയില്ല എന്നുള്ളൂ. അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം എന്തെങ്കിലും ഉണ്ടാവുമോ ഈശ്വര എന്നൊക്കെ ഉണ്ടാവുമോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കാണും കേട്ടോ മനു. എന്താ അവിടെ തന്നെ നിന്നത്, ആ ചായ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയണേ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്താ അവിടെ നിന്ന് നോക്കി നിൽക്കണോ, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന അത് കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അങ്ങനെ വീണ്ടും നിന്നെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് വൈജയന്തി ഭയങ്കരമായിട്ട് വഴക്ക് പറയാട്ടോ. ആ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് അവളിങ്ങനെ സ്റ്റക്കായി നിന്നില്ലേ, നോക്കി നിന്നില്ല. അപ്പം മനുവൊക്കെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ മനുവിനൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതിന് വഴക്ക് പറയണം. ആരെങ്കിലുമൊക്കെ വന്നാൽ മുന്നിലേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നോളും, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്, ആ അടുക്കളയിൽ നിന്നോളണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാട്ടോ. അങ്ങനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ വൈജയന്തി ബാങ്കിലേക്ക് പോവുകയാണ്. പിന്നീടാണെങ്കിൽ മനു പോവാൻ നേരത്ത് അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻറ്റി പറയണമെന്നൊന്നും കേട്ട് വിഷമിക്കേണ്ട, സാരമില്ല, അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. മുത്തശ്ശൻ എന്നോട് അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ കൈവിടരുതെന്ന്. ഇവിടെ എന്തെങ്കിലും ജോലി കൊടുക്കണം, ജോലി എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, എന്തിനും ഞാനുണ്ട് കൂടെ, വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനേനെ മനു ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ. മനുവിൻ്റെ ആശ്വാസ വാക്കുകളൊക്കെ അലീനയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അലീനയുടെ മനസ്സിലിങ്ങനെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷവും ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട് അലീനയ്ക്ക്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയാൻ മടിക്കരുത്, ഞാനുണ്ട്, എന്ത് കാര്യത്തിനും കൂട്ടിന് ഞാനുണ്ട്, ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട, ഞാനുണ്ടല്ലോ തനിക്ക്, പിന്നെ മുത്തശ്ശി ഉണ്ടല്ലോ, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇങ്ങനെ അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. അലീനയ്ക്ക് ശരിക്കും ഒരു വലിയ റിലീഫാവുക കേട്ടോ മനുവിൻ്റെ വാക്കുകളൊക്കെ. അങ്ങനെ മുത്തശ്ശി ഇവിടെ അടുത്ത് ചെന്നിട്ട്, മുത്തശ്ശി എന്നാൽ ഞാൻ പോവുകയാണ്, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എടാ മോനെ, നീ നാളെ വരുമോ, എങ്കിൽ ഇവൾക്ക് ഒരിടം വരെ പോകണമെന്ന് പറയുന്നുണ്ട്, ഇവളുടെ അനിയത്തിയെ കാണാനൊക്കെ. അനിയത്തിയോ, ഏത് അനിയത്തിയെന്ന് ചോദിക്കാണ്. ആ സ്നേഹനികേതനത്തിലുണ്ടായിരുന്ന കുട്ടിയാണ്. പിന്നെ ആ ചിന്നുമോളെയൊക്കെ കാണാൻ പോകണമെന്നുണ്ട് ഇവൾ പറയുന്നു. പിന്നെ പള്ളിയിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് ഇവളെ കൊണ്ടുപോവുമോ, ഇവൾ തനിച്ച് പോവാന്നൊക്കെയാണ് പറയുന്നത്. അതിന് ആൻറ്റി സമ്മതിക്കോ മുത്തശ്ശി, ഇവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകാനൊക്കെ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയട്ടെ മുത്തശ്ശി. അങ്ങനെ മനു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിൻ്റെ സീനാട്ടോ. അതായത് രോഹിത്തിന് എന്തോ കള്ളത്തരമുണ്ട്. രോഹിത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് അലീന കണ്ടെത്തുകയാണ്. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ രോഹിത്തിന് ഒരു പരുങ്ങൽ, എന്താണെന്നറിയാത്ത ഒരു പരുങ്ങൽ. അപ്പോൾ അലീന അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എന്തായിരിക്കും രോഹിത് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ രോഹിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായിട്ട് വരുന്ന ഒരു ടൈപ്പാട്ടോ. അതായത് കുറച്ച് വലിയും കുടിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതൊന്നും വൈജ അറിയുന്നില്ല, ആരും അറിയുന്നില്ല, ബാലചന്ദ്രനും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. ആരെങ്കിലുമൊക്കെ വീഴ്ത്തി കഴിഞ്ഞാൽ വീഴുന്ന ഒരു ടൈപ്പാട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അലീനയാണ് അവനെ രക്ഷിച്ച് എടുക്കുന്നത്. ഒരു വലിയൊരു കേസിൽ തന്നെ രോഹിത് പെട്ടു പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അലീനയാണ് രോഹിതിനെ രക്ഷിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സീനും ആ എപ്പിസോഡുകളൊക്കെ ഉടനെ തന്നെ ഞാനൊരു അപ്കമിങ് എപ്പിസോഡായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ഇതൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.